ഈ ഇടവകയിൽ വരുന്നതിനും വചന ശുശ്രൂഷ നിർവഹിക്കുന്നതിനും ഇടയാക്കിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനവസരം തന്ന നിങ്ങളുടെ വികാരി അച്ഛനോടും കമ്മിറ്റി അംഗങ്ങളോടും ഇടവ അംഗങ്ങൾ എല്ലാവരോടുമുള്ള എൻ്റെ പ്രത്യേക നന്ദിയെ ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. അതിമനോഹരമായൊരു ദേവാലയം ഈ നഗരമധ്യത്തിൽ ദൈവം നിങ്ങൾക്ക് നൽകി. ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. എന്നാൽ ഈ പള്ളിയിൽ എല്ലാവർക്കും ഇരിക്കാനായിട്ട് സാധിക്കുന്നില്ലെന്നുള്ളതാ. പലരും വെളിയിൽ നിൽക്കുകയും പുറയിലൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുന്നു. നിങ്ങൾക്ക് ഉണ്ടായ അസൗകര്യങ്ങളൊക്കെ ദൈവം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുവാനും കൂടുതൽ സ്ഥലങ്ങളിൽ കൂടുതൽ ഇടവുകൾ ഉണ്ടാകുവാനും ഒക്കെ നിങ്ങൾ ചിന്തിക്കുകയും ഭാവി കാര്യങ്ങളിൽ നിങ്ങൾ ആവശ്യമായ പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ ബാക്കിലൊക്കെ നിൽക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവരെയും ഇനി ഈ പള്ളിയിൽ അക്കോമഡേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ബാക്കി ഭാവി കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ നല്ല ദർശനത്തോടുകൂടെ നിങ്ങൾ പ്ലാൻ ചെയ്യണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക അത്രയും ചെയ്യുന്നു. നിങ്ങൾക്ക് വളരെ ആക്റ്റീവായിട്ടും എഫക്റ്റീവായിട്ടും പ്രവർത്തിക്കുന്ന ഒരു വികാരി അച്ഛനെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മാർത്തോമ യുവജന സഖ്യത്തെ വളരെ ഭംഗിയായ രീതിയിൽ നയിച്ച ബഹുമാനപ്പെട്ട അച്ഛൻ ഇന്ന് നിങ്ങളുടെ ഇടവക വികാരിയായി നിങ്ങൾക്ക് ലഭിച്ചത് വളരെ അനുഗ്രഹീതമായൊരു അനുഭവമാണ്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. നിങ്ങൾ അച്ഛൻ ഇവിടെ ആയിരിക്കുന്നിടത്തോളം കാലം അച്ഛൻ്റെ മുതലെടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അച്ഛൻ്റെ സകല കഴിവുകളും നിങ്ങളിവിടെ ഉപയോഗിപ്പാൻ തക്കവണ്ണം നിങ്ങൾ അച്ഛനോട് കോപ്പറേറ്റ് ചെയ്യണം. ഈ ഇടവക നൽകിയതാണ് എല്ലാ സഹകരണത്തിനും എല്ലാവിധമായ സപ്പോർട്ടിനും ദൈവത്തിൻ്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഞാൻ നന്ദി കരയേറ്റുക ചെയ്യും. ഇന്ന് കുർബാന എടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഈ തണുപ്പ് മൂലം എൻ്റെ തൊണ്ടയ്ക്ക് സംഭവിച്ചതാണ് ചില തകരാറുകൊണ്ട് കുർബാന എടുക്കാനായിട്ട് സാധിക്കാത്തൊരവസ്ഥയിലാണ് എത്തിയത്. ബഹുമാനപ്പെട്ട അച്ഛൻ ആ കർത്തവ്യം നിർവഹിക്കുന്നതിൽ അച്ഛനോടുള്ള നന്ദി പ്രത്യേകിച്ച് അറിയിക്കുന്നു. For the last 2 days, based on the theme, reframing, we were listening the word of God. I tried to explain what the reframing is. ഒരു പുതിയ കാഴ്ചപ്പാടുണ്ടാകുന്ന അനുഭവമാണ് റീഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. അതായിരുന്നു നമ്മുടെ കൺവെൻഷന്റെ തീം. Once you are reframed, you will start looking at things from a different angle. And you will start looking at things from the frame of reference of God. So you will get a new meaning, a new purpose in life. അതാണ് റീഫ്രെയിമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിലല്ല ഇനിയും കാണേണ്ടത്. ഓരോ കാര്യങ്ങളെയൊക്കെ കാണേണ്ട രീതിയിൽ കാണുവാൻ നമ്മളെ സഹായിക്കുന്നതാണ് റീഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. ഇന്ന് വായിച്ച വേദഭാഗത്തെ കുറിച്ച് ഇന്നലെ ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞു. യേശു വന്ന് പത്രോസിനോട് ചോദിക്കുക, Do you love me? And then ചോദിച്ചു, what a silly question it is. Do you love me? ടീനേജ് പിള്ളേർ ചോദിക്കുന്നവര്, പ്രേമിക്കുന്ന പിള്ളേരോട് നിനക്ക് എന്നെ ഇഷ്ടമാണോ, നീ എന്നെ പ്രേമിക്കുന്നോ, സ്നേഹമാണോ എന്ന് ചോദിക്കുന്നവരോട് ചോദ്യമാണോ ഇല്ല. Do you love me? It's not a silly question. Jesus was trying to reframe Peter. Then I explain ചെയ്തു what love is. Love is not a feeling. Though you can have feeling of love, love is not a feeling. Love is a word, action. അപ്പോൾ love എന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? Your willingness to sacrifice your comforts for the betterment of another person.
you say that I love my wife, I'm willing to sacrifice my comforts for the betterment of my wife. But love means your willingness to sacrifice your comforts for the betterment of another person. അപ്പോൾ ഇവിടെ യേശു ക്രിസ്തു പത്രോസിനോട് ചോദിക്കുക, do you love me? ഒന്നല്ല 3 പ്രാവശ്യം ചോദിച്ചു. What does it mean? Peter, are you willing to sacrifice your comforts for the betterment of the extension of the kingdom of heaven? ഞാനിവിടെ തുടങ്ങിയതായിട്ടുള്ള ആ പ്രവർത്തനം തുടരുവാൻ തക്കവണ്ണം നിന്നെ സാക്രിഫൈസ് ചെയ്യാൻ നീ വില്ലിംഗ് ആണോ? ഇതാ ചോദിച്ചത്. ആദ്യ സമയങ്ങളിൽ അതിന്റെ അർത്ഥമൊന്നും പത്രോസിന് മനസ്സിലായില്ല. അത് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് പത്രോസ് പറയുന്നത്, ഓ ലോർഡ്, യു നോ എവരിതിങ്. സകലവും അറിയുന്നവനായ കർത്താവേ എന്ന് പത്രോസ് അപ്പോഴാ പറയും. എന്ന് പറഞ്ഞാല് അവൻ റീഫ്രെയിംഡായി. He started looking at things from a different angle. He started looking at things from the frame of reference of God. He got a new vision about love, new vision about the kingdom of God. അപ്പോൾ കർത്താവ് അവനെ റീഫ്രെയിം ചെയ്തതാണ്. ഒന്നാമത്തെ ദിവസം, based on the story of Canaanite woman, I try to explain how Jesus helped the Canaanite woman to reframe herself. അതിനുവേണ്ടി ചോദിക്കുന്ന റീഫ്രെയിമിംഗ് വേർഡാണ്, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവളോട് ചോദിക്കുന്നത്, do you want to continue to be a dog or a puppy forever? മക്കൾക്ക് ഞാൻ അപ്പം കൊടുക്കുന്നുണ്ട്. So do you want to become my daughter? ആദ്യം അവൾക്ക് മനസ്സിലായില്ല. അത് മനസ്സിലായപ്പോഴാണ് അവള് ആദ്യം പറഞ്ഞുകൊണ്ട് വന്നതിനെന്നറിയാവോ, son of David, ദാവീദ് പുത്ര, have mercy on me. ദാവീദ് പുത്ര എന്ന് പറഞ്ഞ യഹൂദന്റെ ദൈവമാണ്. അപ്പോൾ അവിടെ ഇവിടെ ആദ്യം പറയുന്നത്, യഹൂദന്റെ ദൈവമേ എന്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തണേ എന്നാ പറയുന്നത്. അപ്പോൾ അവിടെ കഥാപൊന്നും പറയുന്നില്ല. പിന്നാണ് പറയുന്നത്, മക്കൾക്ക് ഞാൻ അപ്പം കൊടുക്കാറുള്ളൂ എന്ന് പറഞ്ഞാല്, നീ യഹൂദന്റെ ദൈവത്തിൽ നിന്ന് കാര്യം സാധിക്കാൻ വന്നവളാ, എന്നാൽ അങ്ങനെ ഞാൻ കഴിയില്ല, നിനക്ക് എന്റെ മകളായി തീരാം. ആ ഒരു അവസ്ഥയിലേക്ക് അവളെ റീഫ്രെയിം ചെയ്ത് കൊണ്ടുവന്നു. She has become the daughter of God. അവിടെയാണ് അവിടെ മകൾക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്ന അനുഭവം നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ ദിവസം ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്ന് ഇയ്യോബിന്റെ ജീവചരിത്രം എടുത്ത് റീഫ്രെയിമിംഗ് എന്താണെന്നുള്ളത് വിശദീകരിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു. Book of Job is not a book which is dealing with the theme suffering. കഷ്ടതയെ കുറിച്ച് പറയുന്ന ഒരു പുസ്തകം അല്ല ഇയ്യോബിന്റെ പുസ്തകം. It's a book of reframing work. God reframed Job. അവിടെയാണ് ഇയ്യോബ് പറയുന്നത്, റീഫ്രെയിംഡ് ആയി കഴിഞ്ഞപ്പോൾ ഇയ്യോബ് പറയാണ്, ഇതുവരെ ഞാൻ എൻ്റെ ചെവി കൊണ്ട് മാത്രമേ നിന്നെ കുറിച്ച് കേട്ടിരുന്നുള്ളൂ, ഇപ്പോൾ എൻ്റെ സ്വന്തം കണ്ണാൽ ഞാൻ നിന്നെ കാണുന്നു. ഇതാണ് റീഫ്രെയിമിന്റെ അനുഭവം എന്ന് പറയുന്നത്. ഞങ്ങൾ യേശുവിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. But that's not enough. A direct experience. അവിടെയാണ് ദൈവം നമ്മളെ കൺഫ്രണ്ട് ചെയ്യാൻ നമ്മൾ അനുവദിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നത്. So God confronted Job and reframed him. അപ്പോഴാണ് ഇയ്യോബ് പറയുന്നത്, ഞാൻ ഇപ്പോൾ എൻ്റെ ദൈവത്തെ നേരിട്ട് അനുഭവിക്കുകയാണ്. He has become a reality in my life. ഇനി ഹിയർസേ മാത്രമല്ല, it's a reality in my life. അപ്പോഴാണ് he started praying for the counselors.
ആ കൗൺസിലേഴ്സുമായിട്ട് നേരത്തെ വിനോദത്തിലായി. He got angry with them because they were not able to help John to deal with his problem. So he got angry with them. പക്ഷേ ഇപ്പോൾ he started praying for the people with whom he was angry. വേദനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമ്മളെ നൊമ്പരപ്പെടുത്തിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമ്മളെ മുറിപ്പെടുത്തിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ജോബ് വാസ് റീഇൻസ്റ്റേറ്റഡ്. അപ്പോഴാണ് ദൈവം ഇയ്യോബിനെ യഥാസ്ഥാനപ്പെടുത്തിയത്. അപ്പൊ ഇന്നലെ ഞാൻ ഓർമ്മിപ്പിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, മുറിപ്പെടുത്തിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഗോസിപ്പിലൂടെ നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്നലെ മുതൽ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങണമെന്ന് ഞാൻ പറഞ്ഞു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെയാണ് ദൈവം റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നത്. ഇതാണ് റീഫ്രെയിമിങ്ങിന്റെ ഒരു മീനിങ് എന്നുള്ളത്. അതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് ഇന്ന് ഞാൻ റീഫ്രെയിമിംഗ് ദ ഫാമിലി എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് അല്പമായിട്ട് ധ്യാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ രണ്ട് മേഖലകളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ 2 ദിവസം ധ്യാനിക്കാൻ സാധിച്ചു. ഇന്ന് റീഫ്രെയിമിംഗ് ദ ഫാമിലി, കുടുംബത്തെക്കുറിച്ചുള്ള ഒരു റീഫ്രെയിമിംഗ് ആണ് ഇന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നതിന് സഹായകരമായ രീതിയിൽ ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 2, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ച് അവർ ഏക ദേഹമായി തീരും. ഫാമിലിയെ കുറിച്ച് ഇല്ലെങ്കിൽ ഞാൻ സാധാരണ ചോദിക്കാറുള്ള ചോദ്യമാണ്, what is family? What do you mean by family? What comes to your mind when you think of a family? ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് വരുന്നത് എന്നാ? എന്തോ അതെന്ന് പറയാമോ? ഒരു ഫാമിലി, ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് വരുന്നത് എന്നാ? അപ്പൻ, അമ്മ, മക്കൾ. നല്ലൊരു ഡെഫിനിഷനാണ്. അപ്പൻ, അമ്മ, മക്കൾ. അപ്പനും അമ്മയും മക്കളും ഉള്ളത് കൊണ്ട് അത് കുടുംബമാകണമെന്നില്ല. ഒരു അമ്മച്ചി ഒരിക്കലും എൻ്റെ അടുക്ക വന്ന് പറഞ്ഞത്, അച്ഛാ കഴിഞ്ഞ 7 വർഷമായി ഞങ്ങളുടെ വീട്ടിൽ നല്ല സമാധാനമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മച്ചി സാധാരണ ഈ എന്തെങ്കിലും പ്രശ്നമുള്ളവരാണല്ലോ ഈ കൗൺസിലിങ്ങിനൊക്കെ വരുന്നത്, സമാധാനമുള്ള അമ്മച്ചി എന്തിനാണ് കൗൺസിലിങ്ങിന് വന്നതെന്ന് ചോദിച്ചു. അപ്പൊ അമ്മച്ചി പറഞ്ഞു, 7 വർഷമായിട്ട് അങ്ങേരുടെ മുറിയിൽ, ഞാൻ എൻ്റെ മുറിയിലുമാണ്. അങ്ങേരെന്ന് പറയാൻ ഭർത്താവ്. ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ വർത്തമാനം പറഞ്ഞിട്ട് 7 വർഷമായി. വർത്തമാനം പറഞ്ഞെങ്കിലല്ല വഴക്കുണ്ടാകുമല്ലോ. 7 വർഷമായി വർത്തമാനമില്ല. അപ്പം നല്ല സമാധാനമാണ് അമ്മച്ചി പറഞ്ഞത്. ഇത് കുടുംബമാണ്. ഇവിടെ ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, ഒരേ വീട്ടിലാണ് ഭർത്താവും ഭാര്യയും മക്കളും താമസിക്കുന്നത്. അതിന് കുടുംബം എന്ന് പറയാനുണ്ടോ? അപ്പൊ അപ്പനും അമ്മയും മക്കളും ഉള്ളത് കൊണ്ട് അത് കുടുംബമാകത്തില്ല. പിന്നെ എന്തുവാ കുടുംബം എന്ന് പറയുന്നത്? കുടുംബം എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പാണ്, ഒരു ബന്ധമാണ്. A unique type of relationship. It's not a man-made relationship. ദൈവം ഉണ്ടാക്കിയ ഒരു ബന്ധമല്ല. The relationship has already been made by God. And through holy matrimony, you will be allowed to enter into that relationship, entrusting with the responsibility of maintaining that relationship and to grow in that relationship. അപ്പോൾ ദൈവം ഉണ്ടാക്കിയ ഒരു ബന്ധത്തിലേക്കുള്ള പ്രവേശനമാണ് കുടുംബം എന്ന് പറയുന്നത്. ആ ബന്ധത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലമാണ് അത് കുടുംബമായിട്ട് മാറുന്നത്. ആ ബന്ധത്തിൽ നിലനിൽക്കാനായിട്ട് certain basic needs have to be met. Biological needs ഉണ്ട്, psychological needs ഉണ്ട്, emotional needs ഉണ്ട്, spiritual needs ഉണ്ട്, sociological needs ഉണ്ട്, communication needs ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ റിലേഷൻഷിപ്പിൽ നമുക്ക് നിലനിൽക്കാനായിട്ടൊക്കെ. നമ്മൾ മനുഷ്യരല്ലേ, പല രീതിയിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ നമ്മളിൽ ഉണ്ടാകും. ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. അത് വളരെ നോർമലായിട്ടുള്ള സംഗതിയാണ്.
ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കുടുംബം ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയാനായിട്ട് കഴിയുന്ന ഏതെങ്കിലും ഒരു കുടുംബം ഉണ്ടെന്ന് കൈകൊള്ളുകയും? അയ്യോ, ആരും എല്ലാ വീട്ടിലും പ്രശ്നമാണ്. അവിടെ ഇപ്പൊ ഇന്ന് പള്ളി വന്നുകൊണ്ട് നിങ്ങൾക്കൊരു ഗുണം കിട്ടി. ഇത്രയും നാളും നിങ്ങൾ ഓർത്തിരുന്നത് നിങ്ങളുടെ വീട്ടിൽ മാത്രമേ പ്രശ്നമുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി പള്ളിയിലുള്ള എല്ലാ വീട്ടിലും പ്രശ്നമാണ്. അതുകൊണ്ട് സമാധാനത്തോടെ ഇന്ന് പോകണം. മറ്റൊരു വീട്ടിലും പ്രശ്നമുണ്ടെന്ന് അറിയുന്നത് കൂടുതൽ സമാധാനം വരെയാണ്, അല്ലേ? ആരെങ്കിലും അഥവാ കൈപൊക്കിയതായിരുന്നെങ്കിൽ ഞാൻ പള്ളി കഴിഞ്ഞ് പോകുമ്പോൾ അവരെ കൊണ്ടങ്ങ് പോയേ. കാരണം അവർക്കൊരു കൗൺസിലിംഗ് വളരെ അത്യാവശ്യം. പ്രശ്നമില്ല എന്ന് പറയുന്നത് തന്നെ പ്രശ്നമാണ്. പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല, കുടുംബമില്ല. അതൊരു പോരായ്മയായിട്ടോ ബലഹീനതയായിട്ടൊന്നും നമ്മൾ കണക്കാക്കണ്ട. മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങളോട് കൂടെയാണ് നമ്മൾ കുടുംബ ജീവിതമൊക്കെ നയിക്കുന്നത്. അതെങ്ങനെയാണ് നയിക്കേണ്ടത് എന്നുള്ളതാണ് അല്പമായിട്ട് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഈ കുടുംബത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമുക്കൊരു ചിന്ത വരും. സാധാരണ ഈ ബൈബിളിലൊക്കെ കുറെ കുടുംബങ്ങൾ, അനുഗ്രഹീത ബ്ലെസ്സഡ് ഫാമിലീസ്, പ്രത്യേകിച്ച് നിങ്ങളുടെ കല്യാണ സമയത്ത് അച്ഛന്മാര് നിങ്ങളെ ബ്ലെസ് ചെയ്ത് ഓർക്കുന്നുണ്ടോ? കുറെ കുടുംബങ്ങളുടെ പേര് പറഞ്ഞിട്ട് അവരെ ഇങ്ങനെ കുരിശു വരയ്ക്കുമ്പോൾ നിങ്ങൾ ഓച്ചാന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളും കുരിശു വരയ്ക്കും. അങ്ങനെ ആ അനുഗ്രഹങ്ങൾ നിങ്ങൾ പ്രാപിച്ച് ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ കല്യാണത്തിന്റെ ഓർക്കാൻ വഴിയില്ല, വേറെ ആരുടെയെങ്കിലും കല്യാണത്തിന്റെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ കുറെ കുടുംബങ്ങളുടെ അനുഗ്രഹം നിങ്ങൾക്ക് തരുമല്ലോ. ഏതാ ആദ്യത്തെ കുടുംബം? ഏതാ? അബ്രഹാം. അതിന് മുമ്പ് ഒരു കുടുംബമില്ല. അതിന് മുമ്പ് കുടുംബമൊന്നുമില്ല. അപ്പൊ കല്യാണം പകുതിയായ പിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അബ്രഹാമിന്റെ ആദം ഹവ്വ ഇവരെ വാഴ്ത്തിയ ദൈവം, ആദാമിന്റെ ഹവ്വയുടെ കുടുംബമാണ് ആദ്യത്തെ കുടുംബം എന്ന് പറയുന്നത്. ഇവരുടെ കല്യാണം നടത്തിയത് ആരാ? ദൈവം. ദൈവം കല്യാണം നടത്തിയ വീട്ടിൽ വല്ല പ്രശ്നം ഉണ്ടാകുമോ? ഞങ്ങൾ അച്ഛന്മാര് കല്യാണം നടത്തിയാൽ തീർച്ചയായും അവിടെ പ്രശ്നമാണ്. അതിനാണ് നാട്ടിലൊക്കെ ഇപ്പൊ നിങ്ങൾ തിരുമേനിമാരെ വിളിക്കുന്നത്. അതിപ്പോ അതിലും കൂടുതൽ പ്രശ്നം. അച്ഛന്മാരോ തിരുമേനിമാരോ കല്യാണം നടത്തിയാൽ അവിടെ പ്രശ്നമുണ്ടെന്നുള്ളത് 100% ശരിയാണ്. എന്നാൽ ദൈവം കല്യാണം നടത്തിയാൽ ആ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവുമോ? ആദമിന്റെ ഹവ്വയുടെ വീട്ടിൽ വല്ല പ്രശ്നം ഉണ്ടായോ? ആദമിന്റെ ഹവ്വയുടെ വീട്ടിൽ വല്ല പ്രശ്നം ഉണ്ടായോ? ഉണ്ടായി. എന്തോ ആ വീട്ടിലെ പ്രശ്നം? എന്തോ ഉറക്കെ പറ, ലൗഡ്. ആപ്പിൾ തിന്നതാ പ്രശ്നം. ഈ പഴം തിന്നുന്നത് വലിയ പ്രശ്നമാണോ? പഴം എവിടെ കിട്ടിയാലും നമ്മളത് തിന്നു പോകത്തില്ലേ? തിന്നു പോകും. പഴം തിന്നതൊന്നുമല്ല പ്രശ്നം. ഈ പഴം തിന്നു കഴിഞ്ഞപ്പോ ദൈവം വന്നിട്ട് ആദാമിനോട് ചോദിച്ചു, ആദമേ നീ ആ പഴം തിന്നോന്ന് ചോദിച്ചു. ആദം എന്നാ പറഞ്ഞേ? ഈ ആദാമെന്ന് പറഞ്ഞ ഈ ബൈബിളിൽ പറഞ്ഞ ആദാമിനെ കുറിച്ചാണ്. നിങ്ങൾ ഏത് ആദാം എന്നുള്ള മട്ടിലായിരിക്കുന്നത്? ബൈബിളിലൊരു ആദാമിനെ. ആദം എന്തോ ദൈവത്തോട് ഉത്തരം പറഞ്ഞേ? ഭാര്യ ഒന്നും ആദാമെന്ന് പറഞ്ഞില്ല. നിങ്ങൾ ഇല്ലാവചനങ്ങളെല്ലാം പറയുന്നത്. ആദമിനോട് ചോദിച്ചു, ആദമേ നീ ആ പഴം തിന്നോ? അപ്പൊ ആദം പറഞ്ഞ എന്നാന്നറിയാവോ? നീ എനിക്ക് കൂട്ടായിട്ട് തന്ന സ്ത്രീ പറിച്ചു തന്നു, ഞാൻ അങ്ങ് തിന്നു. അപ്പൊ ആദം പഴം തിന്നാൻ കാരണമാരാ? ഒന്നാം പ്രതി ദൈവം. അതാണ് നീ എനിക്ക് കൂട്ടായിട്ട് തന്നെന്ന് പറയുന്നത്. ഒന്നാം പ്രതി ദൈവം, രണ്ടാം പ്രതി ഭാര്യ. ഈ ആണുങ്ങളല്ലേലും പാവങ്ങളാണ്. അവരെവിടെ പഴം കിട്ടിയാലും തിന്നുന്നു. നീ തിന്നോന്ന് ചോദിച്ചപ്പോ പറയാണ്, ദൈവമേ നീയും ആ പെണ്ണും പിള്ളേർക്കൂടെ കൂടി എന്നെ തീറ്റിച്ചു എന്നാണ് പറയുന്നത്. സ്ത്രീയോട് ചോദിച്ചു, നീ അത് തിന്നോ? പാമ്പ് വച്ചൊന്നും ഞാൻ അങ്ങനെ. ഇവര് പഴം തിന്നതിന് ഇവരാരെങ്കിലും ഉത്തരവാദികളാണോ? ആണോ? അല്ല. ദൈവത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു ആദവും ഹവ്വയും ഈ പഴം തിന്നത്. അറിഞ്ഞോണ്ട് വന്ന് ദൈവം ചോദിക്കുക, നീ തിന്നോ?
എന്നാ ചോദ്യമായിരുന്നു? തിന്നെന്നറിഞ്ഞുകൊണ്ട് വന്ന് ചോദിച്ചു, നീ തിന്നോ? എന്തിനാ ദൈവം അങ്ങനെ ചോദിച്ചത്? ആദം ഒരു പക്ഷേ ഇങ്ങനെ പറയുകയായിരുന്നെന്ന് ചിന്തിക്കുക, എന്റെ ദൈവമേ, ഒരു ബലഹീന നിമിഷത്തിൽ ഞാൻ എന്നെ തിന്നുപോയി എന്ന് പറഞ്ഞതായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് ദൈവം പറഞ്ഞു, പോട്ട് പോലെ സാരമില്ല, ഇനി നീ തിന്നാതെ നോക്കണം എന്നേ പറയുന്നു. ദൈവം എന്തിനാ ചോദിച്ചത് നീ തിന്നോന്ന്? Are you willing to honor the responsibility of your mistake? നിനക്കുണ്ടായ ബലഹീനതയുടെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കുന്നുണ്ടോ? ഇതറിയാനാണ് ദൈവം ചോദിച്ചത്. നമുക്കെല്ലാം വീഴ്ച ഉണ്ടാകും, ബലഹീനതകൾ ഉണ്ടാകും, പ്രയാസം ഉണ്ടാകും, തകർച്ചകൾ ഉണ്ടാകും. Are you willing to honor the responsibility of your mistake? അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് നീ തയ്യാറാണോ? ഇതാ ദൈവം ചോദിക്കുന്നത്. നമ്മുടെ തെറ്റിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? The problem is resolved. പ്രശ്നം അവിടെ തീരില്ല. നിങ്ങൾ മുഖാന്തരം നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇതുവരെ ഏതെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. എല്ലാം മറ്റേ ആളിന്റെ കുഴപ്പം കൊണ്ടല്ലേ ഉണ്ടായിട്ടില്ല. ഏത് പ്രശ്നമുണ്ടായാലും ഒരു പങ്ക് നിങ്ങൾക്ക് അതിനകത്തുണ്ട്. യു ഓണർ ദ റെസ്പോൺസിബിലിറ്റി. നിന്റെ ഭാഗം അത് അംഗീകരിക്കണം. അപ്പോഴാണ് അവിടെ പ്രശ്നം പരിഹരിച്ച് തുടങ്ങുന്നത്. ആദ്യത്തെ കുടുംബത്തിന്റെ പ്രശ്നം പരിഹരിപ്പാനാണ് ദൈവം ഈ ചോദ്യം ചോദിച്ചത്. പക്ഷെ they were not willing to honor the responsibility of their mistakes. അതിന്റെ ഫലമായിട്ട് തന്നെ ആ കുടുംബം അവിടുന്ന് ഔട്ടാകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ദൈവം കല്യാണം നടത്തിയ കുടുംബം വീഴ്ചയിലാകപ്പെട്ടു. രണ്ടാമത്തെ കുടുംബം അബ്രഹാമിന്റെ കുടുംബം. അവരുടെ അനുഗ്രഹവും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ അനുഗ്രഹത്തിന്റെ ഫലം ഇപ്പൊ അറിയാമല്ലോ എന്താ. രണ്ടാമത്തെ കുടുംബത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടി. അബ്രഹാം ആരായിരുന്നു? വിശ്വാസിയുടെ പിതാവ്. സേറ ആരാ? വിശ്വാസിയുടെ മാതാവ്. വിശ്വാസികളുടെ വീട്ടിൽ വല്ല പ്രശ്നം ഉണ്ടാവുമോ? പള്ളി വരാത്തവന്റെ വീട്ടിലൊക്കെ പ്രശ്നമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. വിശ്വാസികളുടെ വീട്ടിൽ വല്ല പ്രശ്നം ഉണ്ടാവുമോ? അബ്രഹാമിന്റെ വീട്ടിൽ വല്ല പ്രശ്നം ഉണ്ടായോ? എന്തോ അബ്രഹാമിന്റെ വീട്ടിലെ പ്രശ്നം ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഈ ആരാധനയിലെ റെസ്പോൺസ് ഒക്കെ കേട്ടപ്പോൾ ഞാൻ ഓർക്കും, നിങ്ങളങ്ങനെ ഭയങ്കരമായിട്ട് ആത്മീയമായിട്ട് വളർന്നവരാണെന്ന് ഞാൻ ഓർക്കുന്നത്. അബ്രഹാമിന്റെ വീട്ടിലെ കുഴപ്പമില്ലായിരുന്നു. മക്കളില്ലായിരുന്നു. മക്കളില്ലാത്തത് വലിയ, ഇന്ന് മക്കളുള്ളതാ പ്രശ്നം. മക്കളില്ലാത്തതല്ല അത്ര വലിയ പ്രശ്നമാണ്. അതാണല്ല പ്രശ്നം. ഈ ആദാമിന്റെ കുടുംബം അബ്രഹാമിന്റെ കുടുംബം ഒന്ന് പരിശോധിച്ച് നോക്കി. സേറ അവന്റെ ഭാര്യ ഒരിക്കലെങ്കിലും അബ്രഹാമിന് ഒരു സമാധാനം കൊടുത്തിട്ടുണ്ടോ? അബ്രഹാം സമാധാനത്തോടെ ഇരിക്കാൻ ഒരിക്കലെങ്കിലും ആ സ്ത്രീ സമ്മതിച്ചിട്ടുണ്ടോ? മക്കളില്ലാതിരുന്നപ്പോ സമാധാനം കൊടുത്തില്ല. ദാസിയിൽ മകൻ ഉണ്ടായപ്പോ സമാധാനം കൊടുത്തില്ല. സ്വന്തം മകൻ ഉണ്ടായി കഴിഞ്ഞ് സമാധാനം കൊടുത്തില്ല. ഒരിക്കലും സമാധാനം കൊടുക്കാത്തൊരു സ്ത്രീയായിരുന്നു സാറ. അങ്ങനെയാ ചില സ്ത്രീകൾ ഒരിക്കലും വേണ്ടി സമാധാനം കൊടുക്കുകയില്ല. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും അങ്ങോട്ടും ഇങ്ങോട്ട് സമാധാനം കൊടുക്കുന്നില്ല. അതൊരു പേഴ്സണാലിറ്റിയുടെ തകരാറ് തന്നെയാണ്, സമാധാനം കൊടുക്കാത്തൊരവസ്ഥ. അപ്പോൾ ഈ വീട്ടിൽ സമാധാനമില്ല. മക്കൾ ഉണ്ടേലുമില്ല, മക്കൾ ഇല്ലേലുമില്ല. സ്വന്തം മകൻ ഉണ്ടേലുമില്ല, മറ്റേ ദാസിയുടെ മകൻ ഉണ്ടേലുമില്ല. സമാധാനമില്ലാത്തൊരവസ്ഥ. എന്നാൽ ആ വീട്ടിന്റെ വീഴ്ച എവിടെ ആയിരുന്നെന്ന് അറിയാമോ? അബ്രഹാമിനോടും സേറയോടും ദൈവം പറഞ്ഞു, I have a plan for your family. നിന്റെ കുടുംബത്തെ കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്, പ്ലാൻ ഉണ്ട്. അപ്പൊ ദൈവത്തിന്റെ പദ്ധതി ആ കുടുംബത്തെ കുറിച്ച് ഉണ്ടെന്നുള്ളത് അറിയിച്ചെങ്കിലും അവർ ഇംപ്ലിമെന്റ് ചെയ്തത് സാറയുടെ പദ്ധതിയാണ്. ദൈവത്തിന്റെ പദ്ധതി മാറ്റിവെച്ചിട്ട് സാറയുടെ പദ്ധതി അങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്തു. അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തപ്പോഴാണ് ആ കുടുംബം വീഴ്ചയിലേക്ക് അകപ്പെടുന്നത്. God has a plan for your family. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും കുടുംബത്തെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ നിന്ന് മാറി നിങ്ങളുടെ പദ്ധതികൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ
കുടുംബം വീഴ്ചയിലേക്ക് അകപ്പെടും എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ ഫലം എന്തായിരുന്നു? സാറ മരിച്ചപ്പോൾ അബ്രഹാം എവിടെ നിന്ന് വന്നെന്നാണ് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നത്? ദൂരദേശത്ത് നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവര് പിന്നീട് രണ്ടായിട്ടായിരുന്നു താമസിച്ചിരുന്നത്. സാറ മരിച്ചപ്പോൾ അവളെ അടക്കാനായിട്ട് അബ്രഹാം ദൂരദേശത്ത് നിന്ന് വന്നു. മകൻ മറ്റൊരു ദേശത്ത് നിന്ന് വന്നു. ആ കുടുംബം അവിടെ ശിഥിലമായി പോയ ഒരു അനുഭവമാണ് നമ്മൾ കാണുന്നത്. വിശ്വാസികളുടെ പിതാവിന്റെയും മാതാവിന്റെയും കുടുംബം തകരുന്ന അനുഭവം. അടുത്ത കുടുംബം ഏതാ? ഇസ്ഹാക്ക്. ഇസ്ഹാക്ക് ആരാ? വാഗ്ദത്തപുത്രനാണ്. വാഗ്ദത്തപുത്രന്റെ വീട്ടിലെല്ലാം കുഴപ്പം. അവിടെ 2 മക്കളുണ്ട്. അപ്പൻ ഒരു മോനെ എടുത്തു, അമ്മ ഒരു മോനെ എടുത്തു. അപ്പനും അമ്മയും തമ്മിൽ ആശയവിനിമയം നടത്തണമെങ്കിൽ മോനിൽ കൂടെ ആശയവിനിമയം നടത്തുന്നത്. അപ്പന്റെ മോനെ വിളിച്ച് പറയും, മോനെ നീ എന്ന അമ്മയോട് ഇത് പറ. അപ്പനോട് വല്ലോ അമ്മയ്ക്ക് പറയണമെങ്കിൽ അമ്മയുടെ മോനെ വിളിച്ചിട്ട് പറയും, നീ എന്ന അപ്പനോട് ഇത് പറ. ആശയവിനിമയം ഇല്ലാതിരുന്നൊരു കുടുംബമാണ്. ആശയവിനിമയം ഇല്ലെങ്കിൽ ആ കുടുംബത്തിൽ റിലേഷൻഷിപ്പ് ഉണ്ടാകത്തില്ല കേട്ടോ. ഒട്ടും ആശയവിനിമയം ഇല്ലാതിരുന്നൊരു കുടുംബം. അതിന്റെ ഫലമല്ല ഓരോരുത്തരും മക്കളെ തെറ്റുണ്ടാകും. അപ്പനും അമ്മയും 2 പേരുള്ളപ്പോൾ ഒരാൾ അമ്മയുടെ മോന്, ഒരാൾ അപ്പ. അമ്മയുടെ മോൻ ആരായിരുന്നു? യാക്കോബ്. യാക്കോബ് എന്നുള്ള പേര് കേൾക്കുമ്പം നമ്മുടെ മനസ്സിൽ വരുന്ന എന്തുവാ? അതിന്റെ പേര് ആദ്യമായിട്ട് കേൾക്കുക നിങ്ങളല്ലേ? യാക്കോബ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന എന്തുവാ? അയ്യോ, നിങ്ങൾക്ക് എന്തോ കൗശലക്കാരൻ, സൂത്രക്കാരൻ. 6 വേദപുസ്തകം പഠിക്കുന്ന കോയറുകാർ. അപ്പൊ അവര് ഇവിടെ അടുത്തിരിക്കുന്നോണ്ട് നേരെ അങ്ങോട്ടായി പോകുന്നതല്ല. അതുകൊണ്ടായിരിക്കും അവർ പഠിക്കുന്നത്. സൂത്രക്കാരൻ. ഇവരെ സൂത്രം പഠിപ്പിച്ചതാരാ? ആരാ? അമ്മ പഠിപ്പിക്കാത്ത ഏതെങ്കിലും സൂത്രവും പഠിച്ചിട്ടുണ്ടോ? വെറുതെ അവനെ എന്തിനാ സൂത്രക്കാരനെ വിളിക്കുന്നത്? ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ എന്താണോ അതാ നിങ്ങളുടെ മക്കൾ. ഇപ്പൊ നിങ്ങളുടെ മക്കളെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് എന്റെ കുഞ്ഞിങ്ങനെയായി തീർന്നത്? ഒരു പരിധിവരെ ചിന്തിക്കണം. നിങ്ങൾ അങ്ങനെ അതുകൊണ്ടാണ്. നിങ്ങൾ എന്താണോ അതാ നിങ്ങളുടെ മക്കൾ. നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്നത് പലതും അവർ പഠിച്ചു എന്ന് വരത്തില്ല. പക്ഷെ നിങ്ങൾ എന്താണോ അത് അവർ പഠിച്ചു. വ്യത്യാസം മനസ്സിലാകണം. നിങ്ങൾ പഠിപ്പിക്കുന്നതല്ല നിങ്ങളുടെ പിള്ളേർ പഠിക്കുന്നത്. നിങ്ങൾ എന്താണോ അതാണ് പിള്ളേർ പഠിക്കുന്നത്. നിങ്ങളെ അവർ ഒപ്പിയെടുക്കുമല്ല. ഞാൻ സാധാരണ പറയാറുള്ളൊരു ഉദാഹരണമുണ്ട്, കേട്ടിട്ടുള്ളവരുടെ ക്ഷമിക്കണം. എൻ്റെ മൂത്ത മോന്, അവൻ്റെ പേര് ദിവ്യൻ എന്നാണ്. അവന് ഞങ്ങൾ കൽക്കട്ടയിലായിരുന്ന സമയത്ത് അവൻ നഴ്സറി ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം നഴ്സറി ക്ലാസ്സിൽ അവനെ കൊണ്ടുവിടുന്നത് ഞാനാണ്. അപ്പോൾ അവൻ രാവിലെ പോകുന്ന ഉടനെ ഒരു ടിഫിൻ കൊടുത്തു വിടും. ആ ടിഫിനകത്ത് രസഗുള എന്ന് പറയുന്നൊരു സാധനം, കൽക്കട്ടയിൽ കിട്ടുന്നൊരു സാധനമാണ് രസഗുള. നിങ്ങൾ രസഗുള തിന്നിട്ടുണ്ടോ പിള്ളേരെ? രസഗുള എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാമോ? തിന്നിട്ടുണ്ടോ? ഇല്ലല്ലേ? ഇന്ന് വീട്ടിൽ ചെന്നിട്ട് അപ്പായോട് പറയണം, അച്ഛൻ പറഞ്ഞാൽ രസഗുള വാങ്ങിച്ച് തരാൻ പറയണം കേട്ടോ. വാങ്ങിച്ചു തരുന്നില്ലെങ്കിൽ കരയണം. അന്നേരത്ത് കിട്ടുന്നില്ലേ വലിയവായി കരയണം. അന്നേരത്ത് കിട്ടുന്ന എന്താണോ അത് വാങ്ങിച്ചുകൊണ്ട് മുറി കയറിക്കോ. വല്ലപ്പോഴൊക്കെ രസഗുളൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്നേ എന്താണെന്ന് അറിയില്ല. അപ്പൊ പാലിൽ നിന്നുണ്ടാക്കുന്ന ഒരു മിഠായി രസഗുള എന്ന് പറയുന്നത്. 2 രസഗുള ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം അവൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അവരോട് ചോദിച്ചു, അപ്പൊ എന്നും എൻ്റെ ഈ ബോക്സിനകത്ത് രസഗുളായിരിക്കുമല്ലോ, ഞാൻ ഈ വീട്ടിലെല്ലാം നോക്കിയിട്ട് ഇവിടുന്ന് രസഗുളായില്ലല്ലോ, പിന്നെ എങ്ങനെ ഇല്ലാത്ത വരുന്നത്? ന്യായമായൊരു ചോദ്യമാണ്. ഈ രസഗുളായി എവിടെ ഇരിക്കുന്നത് കണ്ടാൽ ഇവൻ ഒറ്റ ദിവസം കൊണ്ട് അത് മുഴുവൻ തീർക്കും. അതുകൊണ്ട് ഇവൻ കാണാതെ എല്ലാവർക്കും പാത്ത് വെച്ചേക്കാം. ഇവനോട് പറയാൻ പാത്ത് വെച്ചേക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ അപ്പ സ്കൂളിൽ പഠിക്കുമ്പോൾ മാജിക് പഠിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം
മാജിക് അങ്ങനെയാണ് രസഗുളമായിരുന്നത്. അവനോ വലിയ അവൻ്റെ അപ്പനൊരു മജീഷ്യൻ കൂടിയാണെന്നൊക്കെ ഉള്ള ചിന്ത അവനെ വല്ലാതെ പൊക്കിക്കാണും. എന്നാൽ പിറ്റേ ദിവസം രാവിലെ അവൻ എന്നെ വെട്ടിലാക്കി. രാവിലെ ഞാൻ മേശയുടെ അവിടെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക, ഇവൻ്റെ ടിഫിന് പൊക്കിക്കൊണ്ട് വന്നു. അപ്പം മാജിക് കാണിക്കും അവൻ്റെ മുന്നോട്ട് മാജിക് കാണിക്കാൻ പറ്റുമോ? അപ്പോൾ ഒരു കണക്കിന് ഞാൻ വേറെ ഏതാണ്ട് സാധനം എടുത്തോണ്ട് വാങ്ങും പറഞ്ഞ് അവനെ അകത്തോട്ട് വിട്ടേച്ച് പെട്ടെന്ന് പോയി ഈ രസഗുളമായിട്ട് ഞാൻ വെച്ചേച്ച് അവിടെ വന്നിരുന്നിട്ട് അവൻ വന്നെ ഓം ക്രീം ക്രൂം എന്നൊക്കെ വെച്ച് മാജിക് കാണിച്ചു. ഞാൻ പറഞ്ഞു ഇടയ്ക്ക് തുറന്ന് നോക്കരുത്, അവിടെ ചെല്ലേ തുറക്കാവൂ എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ച് അവൻ പോയി. ആ ദേശം എന്ന് പറഞ്ഞു ഇന്നത്തെ രസഗുള നല്ല രുചിയുള്ളതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ എല്ലാ ദിവസവും എൻ്റെ പണി എന്താണെന്നറിയാവോ? ടിഫിന് പൊക്കിക്കൊണ്ട് വരും, ഞാൻ മാജിക് കാണിക്കും, അവൻ രസഗുളായി തരും. ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഇവരുടെ ബാഗൊക്കെ ഞങ്ങളൊന്ന് പരിശോധിക്കാനായിട്ട് ഒന്ന് കുടഞ്ഞിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ബാഗ് കുടഞ്ഞിട്ടപ്പോൾ അതിനകത്ത് ഒരു 9 സ്റ്റീൽ സ്പൂൺ കിടപ്പുണ്ട്, ഒരു 5-6 പെൻസിൽ, റബ്ബർ, ഇങ്ങനെ കുറേ ഐറ്റംസ് ഇവൻ്റെ ബാഗിൽ കിടക്കും. അപ്പം അവനെ വിളിച്ചു, മോനെ ഈ സ്പൂണൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയതാണോ, മോൻ്റേതാണോ? അല്ല, സത്യമേ അവൻ പറയത്തുള്ളൂ. ഈ പെൻസിലൊക്കെ നിൻ്റേതാണോ? അല്ല. ഈ റബ്ബറൊക്കെ നിൻ്റേതാണോ? അല്ല. അപ്പം മനസ്സിലായി ഇവൻ ആരാണ്ട് ചൂണ്ടിയതാണെന്നുള്ളത് മനസ്സിലായി. ഞാൻ അവനെ അട്ടിക്കാനായിട്ട് ഇവിടെ പിടിച്ചു, അത്യപ്രസംഗി എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു. അപ്പോൾ അവൻ പറയാം, അപ്പോൾ അത് എങ്ങനെയാ വന്നെന്ന് അപ്പായ്ക്ക് അറിയാമോ? ഞാൻ സ്കൂളിൽ ചെന്ന് എൻ്റെ ബാഗിൻ്റെ പുറത്തോട്ട് അത് കൈവച്ച് ഓം ക്രീം ക്രൂം പറഞ്ഞപ്പോൾ പിള്ളേരുടെ ഈ സ്പൂണും റബ്ബറും ഒക്കെ പറന്ന് എൻ്റെ ബാഗിലോട്ടേക്ക് വന്നു. ഞാൻ ഏത് മാജിക് കാണിച്ചോ അതേ മാജിക് ഉപയോഗിച്ച് അവൻ വല്ലവൻ്റെ ഇത് മോട്ടിക്കാൻ പഠിച്ചു. അന്ന് ഞാൻ എൻ്റെ മാജിക് നിർത്തി. അവനോട് പറഞ്ഞു, മോനെ അപ്പോൾ ഈ മാജിക് കൂട്ടൊന്നും അറിയത്തില്ല, മോൻ ഒരുമിച്ച് തിന്നാതിരിക്കാൻ വേണ്ടി ഇന്നത്തെ വെച്ചേക്ക് അവനെ കൊണ്ട് കാണിച്ചു. പിറ്റേ ദിവസം മുതൽ നീ തന്നെ എടുത്തിട്ടുണ്ട് ഇനി പോകണമെന്ന് പറഞ്ഞ് ഉത്തരവാദിത്വം അവനെ ഏൽപ്പിച്ചു. ഇവനെ മോട്ടിക്കാൻ പഠിപ്പിച്ചത് ആരാ? നിനക്ക് പറയാൻ വയ്യാതെ. ഞാൻ പഠിപ്പിക്കാതെ മോഷണം പഠിച്ചിട്ടില്ല. ഞാൻ ഓർത്ത് അവൻ മാജിക് കണ്ട് എക്സൈറ്റഡ് ആയതാണ്. അല്ല, അവന് കാര്യം മനസ്സിലായി. അവൻ വല്ലവനെ സ്പൂണും റബ്ബറും ഒക്കെ ചൂണ്ടാൻ പഠിച്ചു. ദൈവപരമയാൽ പിന്നീടുവരെയും അവൻ ആരുടെയും ഒന്നും ചൂണ്ടിയിട്ടില്ല കേട്ടോ. അതോ അവനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത അവനെ ഈ ഇവിടെ പേർത്തിനടുത്ത് എസ്പെറൻസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ അവനെ ഫാമിലി തെറാപ്പിസ്റ്റാക്കി ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ജീവിതത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ എന്താണോ അതാ എൻ്റെ മക്കൾ, നീ എന്താണോ അതാ നിന്റെ മക്കൾ. നീ കൊടുത്തതല്ല നിന്റെ മക്കൾക്കൊന്നുമില്ല കേട്ടോ. നിന്നെ കണ്ടാണ് അവനായി തീരുന്നത്, അല്ലെ അവളായി തീരുന്നത്. നിങ്ങൾ പഠിപ്പിക്കുന്നതല്ല, നിങ്ങളെയാണ് പിള്ളേർ ഒപ്പിയെടുക്കുന്നത്. അപ്പോൾ ഈ അമ്മയിൽ നിന്ന് കിട്ടിയതാണ് ഈ ചതിവും വഞ്ചനയും മുഴുവനും. അതുകൊണ്ട് ഇവൻ നടക്കുക, അമ്മയിൽ നിന്ന് കിട്ടിയ ചതിവും വഞ്ചനയും കൊണ്ട് നടക്കുക. ഒരുപാട് കാര്യങ്ങൾ ചതിവിലൂടെയും വഞ്ചനയിലൂടെയും അവൻ നേടി. ഒരു ദിവസമെങ്കിലും സമാധാനത്തോടെ കഞ്ഞി കുടിച്ച് കിടക്കാനായിട്ട് ഈ യാക്കോബിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ചെന്നിടത്തെല്ലാം അവന് കിട്ടേണ്ടതിന്റെ ഇരട്ടി കിട്ടി, പക്ഷെ സമാധാനമില്ല. ഒറ്റ ദിവസം പോലും സമാധാനത്തോടെ കഴിക്കാൻ യാക്കോബിന് സാധിച്ചിട്ടില്ല. ന്യായമല്ലാത്ത രീതിയിൽ നീ എന്തുണ്ടാക്കിയോ അത് നീ അനുഭവിക്കില്ല, സമാധാനത്തോടെ അനുഭവിക്കത്തില്ല കേട്ടോ. മറ്റുള്ളവരെ വേദനിപ്പിച്ച് നീ എന്തെങ്കിലും അവകാശമാക്കിയിട്ടുണ്ടോ? അന്യായമായ രീതിയിൽ നീ എന്തെങ്കിലും അവകാശമാക്കിയിട്ടുണ്ടോ? നീ അനുഭവിക്കില്ല, സമാധാനത്തോടെ അനുഭവിക്കത്തില്ല. തൽക്കാലം അതൊക്കെ ഒരു വളർച്ചയുടെ ഭാഗമായിട്ട് നിങ്ങളെ കണ്ടേക്കാം, പക്ഷെ ലോങ് റൺ യു വിൽ ലൂസ് യുവർ പീസ് ഓഫ് മൈൻഡ്. സമാധാനത്തോടെ അനുഭവിക്കാൻ അതൊക്കത്തില്ല. മാത്രമല്ല, ഈ യാക്കോബിന് എന്നാ പറ്റിയെന്നറിയാവോ? യാക്കോബ് പോയി ഒന്ന് പെണ്ണ് കെട്ടിച്ച് അവിടെ മുഖത്തോട്ട് നോക്കിയപ്പോഴാണ്, അയ്യേ ഇവിടെ എന്തിനു കൊള്ളാം, സൗന്ദര്യമില്ല, ഇവിടെ കൊണ്ട് വേറൊരു പാലുണ്ടോ, ഒന്നും നോക്കിയല്ല. അപ്പോൾ അവർക്ക് സൗന്ദര്യമുള്ള അവരുടെ അനിയത്തെ കൂടെ കഴിയണം, രണ്ടാമത് ഒരു കല്യാണം കൂടെ കഴിയണം. ലഭിച്ചതിൽ സന്തോഷം കണ്ടെത്താതെ സന്തോഷം കണ്ടെത്തുന്നതിലേക്ക് അവൻ പോയി.
അതിന്റെ ഫലമെല്ലാം അവന്റെ കുടുംബം അവിടെ തകരാറിലകപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. യാക്കോബ് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, പക്ഷെ അവന്റെ കുടുംബം തകരില്ല. ലഭിച്ചതിൽ സന്തോഷം കണ്ടെത്താൻ അവനെ കൊണ്ട് സാധിച്ചില്ല. നിനക്ക് ലഭിച്ചതിൽ സന്തോഷം കണ്ടെത്തുന്നില്ലെങ്കിൽ നിന്റെ കുടുംബം എങ്ങനെയുള്ളതായിട്ട് മാറും? ഇതോർക്കണം. അപ്പൊ നമുക്ക് ഈ അനുഗ്രഹിക്കപ്പെട്ടെന്ന് പറഞ്ഞ് കിട്ടിയ കുടുംബത്തിന്റെ ഇതിൽ ഏതെങ്കിലും ഒരു കുടുംബം ഗുണമുള്ള കുടുംബം ഉണ്ടായിരുന്നു? ഒരു കുടുംബം പോലും പ്രശ്നമില്ലാത്ത കുടുംബമില്ലായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം, ചുമ്മാതല്ല ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്, കല്യാണത്തിന് ഞങ്ങൾക്ക് ഇതല്ലയോ അച്ഛൻ തന്നത്, ഈ കുടുംബങ്ങളെ അല്ലയോ തന്നത്. പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഈ കുടുംബത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ എന്തോ പറയുന്നത്? തകർത്ത കുടുംബം എന്നാണ് പറയുന്നത്. ഈ കുടുംബത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നത് അനുഗ്രഹീത കുടുംബം എന്നാണ്. സകല പ്രശ്നങ്ങളോടുകൂടെയും ഈ കുടുംബങ്ങൾ അനുഗ്രഹീത കുടുംബമായി തീർന്നു എന്നാണ് പറയുന്നത്. പ്രശ്നങ്ങളില്ലാത്ത കുടുംബമല്ല അനുഗ്രഹീത കുടുംബം. പ്രശ്നങ്ങളോടുകൂടി ജീവിക്കുന്ന കുടുംബം അനുഗ്രഹീത കുടുംബമായിട്ട് മാറും. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. കുടുംബത്തെ കുറിച്ചുള്ള നമ്മുടെ കോൺസെപ്റ്റുകളൊക്കെ ഇന്ന് മാറിക്കൊണ്ടിരിക്കുക. പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്ന കുടുംബം എന്ന കോൺസെപ്റ്റ് അല്ല ഇപ്പോഴുള്ളത്. കുടുംബമായിട്ട് ജീവിക്കാനായിട്ട് കല്യാണം കഴിക്കേണ്ട വല്ല ആവശ്യമുള്ളൂ? ഇല്ല. അവർ രണ്ടുപേരും ഒരുമിച്ച് അവർ ജീവിക്കുക. ലിവിങ് ടുഗദർ ഫാമിലി എന്ന് പറയുന്നത്. ലിവിങ് ടുഗദർ ഫാമിലി. കല്യാണം ഒന്നും കഴിക്കണ്ട, ഒരുമിച്ച് കുറച്ച് നാൾ ജീവിക്കുക, മടുക്കുമ്പോൾ വിട്ടേച്ച് പോരാ. ലിവിങ് ടുഗദർ ഫാമിലി. ഇന്ന് അത് ഒരുപാട് വർദ്ധിച്ചു വരിക. നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ വെളിയിലൊക്കെ പഠിക്കാൻ പോകുമ്പോൾ അവരൊക്കെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലിവിങ് ടുഗദർ ഫാമിലിയാണ്. അതിനെക്കുറിച്ച് പേരൻസിന് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. മറ്റൊരു കുടുംബം ടൈപ്പ് എമർജ് ചെയ്യുന്നുണ്ട്. അത് കോൺട്രാക്ട് ഫാമിലി എന്നാണ് പേര്. കോൺട്രാക്ട് ഫാമിലി എന്ന് പറഞ്ഞാൽ അടുത്ത 5 വർഷത്തേക്ക് നമ്മൾ കുടുംബമായിട്ട് ഒരുമിച്ച് ജീവിക്കും. 5 വർഷം കഴിയുമ്പോൾ വേണേ കോൺട്രാക്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ വിട്ടേച്ച് പോകാം. കോൺട്രാക്ട് ഫാമിലീസ്. അപ്പൊ ലിവിങ് ടുഗദർ ഉണ്ട്, കോൺട്രാക്ട് ഫാമിലീസ് ഉണ്ട്. ഈ കല്യാണം കഴിക്കാനായിട്ട് സ്ത്രീയും പുരുഷനും തമ്മിൽ കല്യാണം കഴിക്കണമെന്നുണ്ടോ? പുരുഷനും പുരുഷനും കല്യാണം കഴിക്കുന്നില്ലേ? അങ്ങനത്തെ ഫാമിലി ഇപ്പോൾ എമർജ് ചെയ്യുകയാണ്. ഇന്ത്യയിലാണെന്നുവരികയും അത് സുപ്രീം കോർട്ടിന്റെ അനുവാദത്തിന് വേണ്ടി വെച്ചിരിക്കുക. ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത് കൊടുത്തു പുരുഷനും പുരുഷനും കൂടെ ഉള്ള കല്യാണം. അതിന് ഗേ ഫാമിലി എന്നാണ് പറയുന്നത്. ഗേ ഫാമിലി. പുരുഷനും പുരുഷനോട് കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കുക. അപ്പൊ സ്ത്രീക്കൊക്കെ കഴിയോ? സ്ത്രീയും സ്ത്രീയും കൂടി ഒന്നിച്ച് കല്യാണം കഴിക്കുക. ലെസ്ബിയൻ ഫാമിലി എന്നാണ് പറയുന്നത്. ലെസ്ബിയൻ ഫാമിലി. ഇപ്പൊ പുതിയൊരു ഫാമിലി എമർജ് ചെയ്യുന്നുണ്ട്. AI ഫാമിലി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫാമിലി. AIക്കകത്ത് ഒരു പങ്കാളിയെ ഇങ്ങനെ രൂപപ്പെടുത്തിയിട്ടുണ്ടാക്കിയിട്ട് അതിനെ അങ്ങ് പ്രേമിക്കുക, പ്രേമിച്ചിട്ട് കുടുംബജീവിതം നയിക്കുക. അങ്ങനെ ഇന്ത്യയിൽ ഇപ്പൊ 2 പേര് ആത്മഹത്യ ചെയ്തു. ഈ AI ഫാമിലിയുടെ ജീവിതമുണ്ട്. അവര് അങ്ങനെ റിയലായിട്ട് ഈ AI പെൺകുട്ടി എൻ്റെ ഭാര്യയാണ് എന്ന് സങ്കല്പിച്ചാണ് ഈ ജീവിക്കുന്നത്. നമ്മുടെ ആ കോൺസെപ്റ്റ് ഒക്കെ മാറി. ഇപ്പൊ ഫാമിലി എന്ന് പറയുന്നത് ലിവിങ് ടുഗദർ ആകാം, കോൺട്രാക്ട് ആകാം, ഗേ ഫാമിലി ആകാം, ലെസ്ബിയൻ ഫാമിലി ആകാം, AI ഫാമിലി ആകാം. അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു നമ്മൾ ജീവിക്കുന്നത്. അത് മാത്രമല്ല, ഒരു നല്ല പങ്ക് യങ്സ്റ്റേഴ്സ് പറയുന്നത് എന്താ അറിയാവോ? എന്തിനാ കല്യാണം കഴിക്കും? കല്യാണം കഴിക്കാൻ മനസ്സില്ലാത്ത നല്ലൊരു തലമുറ വളർന്നു വരികയാണ്. അങ്ങനെയുള്ളൊരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ബൈബിളിൽ എന്താണ് കുടുംബത്തെ കുറിച്ച് പറയുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത്. ദൈവം വിഭാവനം ചെയ്ത കുടുംബത്തിന്റെ ആ വാക്യമാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. You will leave your parents and cleave to your partner and two shall become one. അങ്ങനെയൊരു വലിയ കമ്പാനിയൻഷിപ്പിലേക്കുള്ള പ്രവേശനം
ഒരു റിലേഷൻഷിപ്പിലേക്കുള്ള പ്രവേശനം. സോ ഫാമിലി എന്താണെന്ന് ചോദിച്ചാൽ the basic unit of the kingdom of heaven on earth. ഭൂമിയിലെ ദൈവരാജ്യത്തിന്റെ അടിസ്ഥാന ഘടകമാകുന്നു. ഇത് ഓർക്കണം കേട്ടോ. Family is the basic unit of the kingdom of heaven on earth. ദൈവം വിഭാവനം ചെയ്ത ആ കുടുംബം ആ വരുന്ന തലമുറയിലേക്ക് അതിനെ പകർന്നു കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. ഇപ്പോഴത്തെ ഈ കോൺസെപ്റ്റിൽ നിന്ന് നമ്മൾ ദൈവം വിഭാവനം ചെയ്ത കോൺസെപ്റ്റിലേക്ക് വരണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ പ്രശ്നങ്ങളൊക്കെ സാധാരണ അച്ഛന്മാരുടെ അടുക്കലോ അല്ലെങ്കിൽ കൗൺസിലിംഗ് സെന്ററിലോ അവിടെയൊക്കെ ചെന്നാണ് നമ്മൾ പരിഹരിക്കുന്നത്. എന്നാൽ എങ്ങനെ പോയാലും പരിഹരിക്കാൻ സാധിക്കാത്ത ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു നിർത്താം. നിങ്ങൾ ഏത് കൗൺസിലറുടെ അടുക്കൽ പോയാലും പരിഹരിക്കാൻ ഒക്കത്തില്ല പ്രശ്നങ്ങൾ. ഏത് അച്ഛൻ്റെ അടുക്കൽ പോയാലും പരിഹരിക്കാൻ ഒക്കത്തില്ല. അങ്ങനെയുള്ള ചില ഫാമിലീസിന്റെ പ്രശ്നം ഞാൻ പറയാം. ഒന്ന്, ഭാര്യ ഭർത്താവ് ആരെങ്കിലും ഒരാള് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളാണെങ്കിൽ, പ്രത്യേകിച്ച് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളാണെങ്കിൽ കുടുംബജീവിതം അവർക്ക് സാധിക്കില്ല. അതായത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാൾക്ക് ആഴമായ ഒരു ബന്ധം പങ്കാളിയുമായിട്ട് ഇടാൻ പറ്റില്ല. കല്യാണം കഴിയുമ്പോൾ അവര് ഭയങ്കര ചക്കരയും തേനും പോലെയാണ്, ഭയങ്കര സ്നേഹമാണ്. എന്നാൽ 1-2 വർഷത്തിനുള്ളിൽ അവരകലാനായിട്ട് തുടങ്ങും. അത് പേഴ്സണാലിറ്റി ഡിസോർഡർ കൊണ്ടാണ്. നിങ്ങളുടെ കുഴപ്പമൊന്നും അല്ല കേട്ടോ, അത് പേഴ്സണാലിറ്റി ഡിസോർഡർ. അത് പരിഹരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. മറ്റൊന്ന്, പാരനോയിഡ് ടെൻഡൻസി, പാരനോയിഡ് ഡിസോർഡർ. പാരനോയിഡ് എന്ന് പറഞ്ഞ സംശയരോഗം. ഭാര്യ ഭർത്താവിനെ സംശയിക്കുക, ഭർത്താവ് ഭാര്യയെ സംശയിക്കുക. ഈ സംശയരോഗം വന്നു കഴിഞ്ഞാൽ ആ കുടുംബം തകർന്നത് തന്നെ. അതിന് പരിഹാരമില്ല കേട്ടോ. കാരണം ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ സംശയരോഗി ഒരിക്കലും ട്രീറ്റ്മെന്റിന് പോകത്തില്ല. കാരണം അവർ നോക്കുമ്പോൾ പ്രശ്നം മറ്റേ ആളാണ്. പിന്നെ ഞാൻ എന്തിനാണ് ട്രീറ്റ്മെന്റിന് പോകുന്നത്? ഒരിക്കലും അവർ ട്രീറ്റ്മെന്റിന് പോകത്തില്ല. അപ്പൊ സംശയരോഗി ഉണ്ടെങ്കിൽ ആ കുടുംബം തകരും. മറ്റൊന്ന്, ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധ വ്യക്തി വൈകല്യം. പങ്കാളിയെ വല്ലാതെ ഉപദ്രവിക്കും, അടിക്കും, പൊള്ളിക്കും, വേദനിപ്പിക്കും. അതിലൂടെ ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്കുണ്ടാകും. കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് കാണിക്കും, വല്ലാതെ ഷൗട്ട് ചെയ്യും. ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. പങ്കാളിയുടെ ഈ വേദനയിൽ സന്തോഷം അവർ കണ്ടെത്തും. അങ്ങനെയുള്ള ഡിസോർഡർ ഉള്ളവർക്കും കുടുംബജീവിതം ബുദ്ധിമുട്ടായിട്ട് വരും. മറ്റു പല ഡിസോർഡറുകളുണ്ട്, OCD അതുപോലെയുള്ള പല ഡിസോർഡറുകളുണ്ട്. അതെല്ലാം വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, there are certain disorders which cannot be treated. അപ്പോൾ അത് എന്താണ് പരിഹാരം എന്നുള്ളത് ചോദിച്ചാൽ പിന്നീട് ഞാനത് പറഞ്ഞു തരാം. അങ്ങനെയുള്ളിടത്ത് ഒരിക്കലും കുടുംബജീവിതം സാധ്യമായിട്ട് വരത്തില്ല. ദൈവം വിഭാവനം ചെയ്തതായിട്ടുള്ള ബേസിക് യൂണിറ്റ് ഓഫ് ദി കിങ്ഡം ഓഫ് ഹെവൻ, അവിടെ ഇതുപോലെയുള്ള ഡിസോർഡറുകൾ ആ ഒരു ഭാവനയെ നശിപ്പിച്ചു, നഷ്ടപ്പെടുത്തി എന്ന് വരാം. എന്നാൽ സാധാരണ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഏത് പ്രശ്നമായിരുന്നാലും ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി മാറുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ പ്രശ്നം എന്ത് തന്നെയായിരുന്നാലും ആ പ്രശ്നത്തോടുകൂടെ നിന്റെ കുടുംബത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ അവിടെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി മാറുവാൻ സാധ്യതയുണ്ട്. ഞാനൊരു പള്ളിയിൽ ചെന്ന് ഒരിക്കൽ ആരാധന എടുത്തേച്ച് വെളിയിൽ ഇറങ്ങുമ്പോൾ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എന്തിനാച്ചാ നിങ്ങളുടെയൊക്കെ കൗൺസിലിങ്? ഞാൻ ചോദിച്ചു, എന്നാ പറ്റി കൗൺസിലിങ്? എന്തിനാണ് നിങ്ങൾ ഈ കൗൺസിലിംഗ് ഒക്കെ നടത്തുന്നത്? ഞാൻ ചോദിച്ചു, എന്തോ സഹോദരി കാര്യം പറയാം.
കൗൺസിലിംഗ് എന്താ? ഞാൻ ചോദിച്ചു എന്താണ് പറയാം? അപ്പോൾ അവർ പറയാൻ തുടങ്ങി, കഴിഞ്ഞ 14 വർഷമായിട്ട് ഈ സ്ത്രീ കണ്ണുനീരില്ല. അയാൾ തികഞ്ഞ ഒരു മദ്യപാനിയാ ഭർത്താവ്. മദ്യപിച്ച് കുടുംബം മുഴുവനും തകർന്നു. പട്ടിണിയായിപ്പോ പിള്ളേർക്ക് കൊടുക്കാൻ ഭക്ഷണമില്ല. അവർ പറഞ്ഞു, ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, ഞാൻ പിള്ളേരും കൂടെ പോയി ആത്മഹത്യ ചെയ്യാനായിട്ട് പോവുകയാണ്. അയാൾ വിളിച്ചോ. അവർ പറഞ്ഞു, കഴിഞ്ഞ 14 വർഷമായിട്ട് എൻ്റെ കണ്ണുനീര് തോന്നിട്ടില്ല. ഏത് ദൈവമാച്ച പ്രാർത്ഥന കേൾക്കുന്നത്? 14 വർഷമായി ചങ്ക് പൊട്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഏത് ദൈവമാച്ച എൻ്റെ പ്രാർത്ഥന കേട്ടത്? നിങ്ങളൊക്കെ പറയും, കണ്ണുനീര് കാണുന്ന ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. 14 വർഷമായി കരഞ്ഞ് എൻ്റെ കണ്ണുനീരില്ല. ഏത് ദൈവമാച്ച പ്രാർത്ഥന കേൾക്കുന്നത്? ഞാൻ എന്തുത്തരമായി ഇവരോട് പറയേണ്ടത്? ഒരു ഉത്തരവും എനിക്കില്ല. അന്നേരം വായി വന്നൊരു ഉത്തരം പറഞ്ഞു, ദൈവത്തിന് പ്രവർത്തിപ്പാനുള്ള സമയം കഴിഞ്ഞു പോയിട്ടില്ല കേട്ടോ. അപ്പൊ അവരോട് അച്ഛൻ നോക്കി പോരാതെ ഞാൻ അവരോട് ഒരു കാര്യം പറഞ്ഞു, എന്തെങ്കിലും ഇയൊക്കെ ഈ മദ്യപാനത്തിൽ നിന്ന് മാറണം. മദ്യപാനം എന്ന് പറയുന്നത് ഒരു അസുഖമാണ്, ഒരു ശീലമല്ല കേട്ടോ, ഒരു അസുഖമാണ് മദ്യപാനം. ഇതിൽ നിന്ന് മാറണമെന്ന് എപ്പോഴെങ്കിലും അയാൾക്ക് തോന്നിയാൽ ഉടനെ എന്നെ ഫോൺ ചെയ്യണം, അതിന് ട്രീറ്റ്മെന്റ് വേണം, അതിനുള്ള ക്രമീകരണം ഞാൻ ചെയ്യാം. ഈ സ്ത്രീ എന്നോട് പറഞ്ഞ എന്നാന്നറിയാവോ? അച്ഛൻ അതിനു വേണ്ടി കാത്തിരിക്കട്ടെ. അവിടുത്തെ അച്ഛനോട് നോക്കി പറഞ്ഞു, ഞാൻ ഇങ്ങനെ പോകുന്നു. ഏതാണ്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പോ ഒരു ഫോൺ കോൾ എനിക്ക് വന്നു. അച്ഛാ, ഇപ്പൊ അയാൾക്ക് നിർത്തിയാൽ കൊള്ളാമെന്ന് ഒരു വാക്കിനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനിയും 5 മിനിറ്റ് കഴിയുമ്പോൾ അയാൾ വാക്ക് മാറും. കാരണം കുടിയന്മാരാണ്, 5 മിനിറ്റ് കഴിയുമ്പോൾ വാക്ക് മാറും. അതുകൊണ്ട് പെട്ടെന്ന് ഒരു ടാക്സി എടുത്ത് വരാൻ പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ കോട്ടയത്തുള്ള മോചനായി വിളിച്ച് പറഞ്ഞ് അവർക്ക് ഒരു സീറ്റ് ബുക്ക് ചെയ്തു. അവര് ടാക്സി അവർ വന്നു, മോചനായി വന്ന് അവർ അഡ്മിറ്റായിട്ട് അവര് ട്രീറ്റ് ചെയ്തു. 1.5 മാസത്തെ ട്രീറ്റ്മെന്റ് അവിടെ ചെയ്തു. അത് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പോൾ അയാൾ മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണമായി വിമുക്തി നേടിയ ഒരു വ്യക്തിയായിട്ട് മാത്രമല്ല ഇറങ്ങിയത്, തികഞ്ഞ ഒരു ദൈവപൈതലായിട്ടാണ് വെളിയിൽ ഇറങ്ങിയത്. അന്ന് മുതൽ അനേക സ്റ്റേജുകളിൽ കുടുംബമായിട്ട് ഇവർ പോയി സാക്ഷ്യം പറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഏതാനും ആഴ്ചകൾ കഴിഞ്ഞ ഒരു ദിവസം അവരെ വഴിയിൽ വെച്ച് ഞാൻ കണ്ടു. അവർ എൻ്റെ അടുത്ത് ഓടി വന്ന് എന്നോട് പറഞ്ഞ എന്താണെന്നറിയാവോ? അച്ഛാ, ഇന്ന് ഭൂമിയിൽ ഒരു ദൈവരാജ്യം ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കുടുംബമാണ്. ഭൂമിയിൽ ഒരു നരകമായിരുന്നു ഞങ്ങളുടെ കുടുംബമെന്ന് പറഞ്ഞവർ ഇപ്പൊ പറയാ, ഭൂമിയിൽ ഒരു ദൈവരാജ്യം ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കുടുംബമാണ്. ഏത് ദൈവമാച്ച കണ്ണുനീര് കാണുന്നത്? ഏത് ദൈവമാച്ച പ്രാർത്ഥന കേൾക്കുന്നത്? 14 വർഷമായിട്ട് കരഞ്ഞു പിടിഞ്ഞിട്ട് ഒരു ദൈവവും ഒരു പ്രാർത്ഥനയും കേട്ടില്ല. പക്ഷെ ഇപ്പൊ അവർ പറയാണ്, ഭൂമിയിൽ ഒരു ദൈവരാജ്യം ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കുടുംബമാച്ച. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീടുകളിലൊക്കെ പ്രശ്നങ്ങൾ കാണും. എന്നാൽ ആ പ്രശ്നത്തോടുകൂടെ നിങ്ങളുടെ കുടുംബത്തെ ഇന്ന് ദൈവസന്നിധിയിൽ കൊണ്ടുവരികയാണെങ്കിൽ ഇന്ന് ഇവിടെ വെച്ച് തന്നെ നിങ്ങളുടെ കുടുംബം ദൈവരാജ്യമായിട്ട് മാറും. പ്രശ്നങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ആ പ്രശ്നവുമായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് അടുത്ത് വരാമോ? ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളുടെ പ്രശ്നവുമായിട്ടില്ല നിന്റെ സന്നിധിയിൽ നിന്ന് അടുത്ത് വരുന്നു. എൻ്റെ കുടുംബത്തെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. വേദപുസ്തകത്തിലെ തകർന്ന കുടുംബങ്ങളെയൊക്കെയും അനുഗ്രഹിച്ച കുടുംബങ്ങളാക്കി മാറ്റിയ ദൈവം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും കുടുംബത്തെ ദൈവരാജ്യമാക്കി മാറ്റുവാൻ കഴിവുള്ള ദൈവമാണ്. ആ ദൈവസന്നിധിയിലേക്ക് നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് സമർപ്പിക്കാമോ? സമർപ്പിച്ചാൽ ദൈവരാജ്യത്തിന്റെ അടിസ്ഥാന ഘടകമായിട്ട് നിങ്ങൾക്ക് ഇന്ന് മടങ്ങിപ്പോകാം. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതാണ്. നിങ്ങളുടെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു തുടങ്ങും. അപ്പോൾ രൂപാന്തരം അവിടെ ഉണ്ടാകും. ഭാര്യയിൽ രൂപാന്തരം ഉണ്ടാകും, ഭർത്താവിൽ രൂപാന്തരം ഉണ്ടാകും, കുഞ്ഞുങ്ങളിൽ രൂപാന്തരം ഉണ്ടാകും.
അങ്ങനെ രൂപാന്തരപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവാണ് നമ്മളോട് കൂടെയുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുടുംബമായിട്ട് ദൈവസന്നിധിയിൽ അടുത്ത് വരുവാൻ മനസ്സാണെങ്കിൽ നിങ്ങളുടെ കണ്ണൊന്ന് അടച്ചേ, തലയൊന്ന് താഴ്ത്തി ദൈവസന്നിധിയിലേക്ക് ഒന്ന് അടുത്ത് വന്നേ, ഒരു നിമിഷം മൗനമായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. ദൈവമേ, എനിക്ക് അനേക പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും ഞാൻ നിസ്സഹായനാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ഭാരപ്പെടുന്നു, എൻ്റെ ഭാര്യ ഓർത്ത് ഭാരപ്പെടുന്നു, ഭർത്താവിനെ ഓർത്ത് ഭാരപ്പെടുന്നു. പലപ്പോഴും ഞാൻ നിരാശയുടെ അടിത്തട്ടിലായി പോയിട്ടുണ്ട്. കർത്താവേ, പ്രശ്നങ്ങളോടുകൂടെ അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ കുടുംബത്തെ അനുഗ്രഹീത കുടുംബമാക്കി മാറ്റിയ കർത്താവേ, ഞങ്ങളുടെ പ്രശ്നങ്ങളോടുകൂടെ ഞങ്ങളുടെ കുടുംബത്തെ ഇതാ ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു. ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രശ്നത്തോടുകൂടെ എൻ്റെ കുടുംബത്തെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. നീ ഇന്ന് തന്നെ, ഇവിടെ വെച്ച് തന്നെ, ഈ നിമിഷം തന്നെ എൻ്റെ കുടുംബത്തിൽ പ്രവർത്തിച്ചു തുടങ്ങണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ കുടുംബത്തിലേക്ക് അയച്ചാട്ടെ. ഒരു സൗഖ്യം ഞങ്ങൾക്ക് തന്നാട്ടെ. കുടുംബമായിട്ട് ഞങ്ങളൊന്ന് സൗഖ്യപ്പെടുത്തിക്കാട്ടെ. എൻ്റെ കുടുംബത്തെ അനുഗ്രഹീത കുടുംബമാക്കി മാറ്റിക്കാട്ടെ. ആത്മാർത്ഥമായി ദൈവകരങ്ങളിൽ സമർപ്പിച്ച കുടുംബങ്ങളെ ഇതാ ദൈവം കൈക്കൊണ്ടു. പരിശുദ്ധാത്മാവിനെ ആ കുടുംബത്തിലേക്ക് ദൈവം ഇപ്പോൾ തന്നെ അയക്കുന്നു. നിന്റെ കുടുംബത്തെ ഞാൻ അനുഗ്രഹീത കുടുംബമാക്കി മാറ്റുന്നു. ഒരു വലിയ റീഫ്രെയിമിങ് എൻ്റെ കുടുംബത്തിൽ സംഭവിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എൻ്റെ കുടുംബത്തെ കൈക്കൊണ്ടതിനാൽ ദൈവമേ സ്തോത്രമെന്ന് പറയാം. എൻ്റെ പ്രശ്നങ്ങളിൽ നീ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിനാൽ ദൈവമേ സ്തോത്രമെന്ന് പറയാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഉയർത്താം. ഈ പട്ടണത്തിൽ ജീവിക്കുമ്പോൾ അവർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടല്ലോ, പ്രയാസങ്ങളുണ്ടല്ലോ. മാതാപിതാക്കളുടെ നിയന്ത്രണത്തിന് അപ്പുറമാണല്ലോ പലപ്പോഴും കുഞ്ഞുങ്ങൾ. നിസ്സഹായ അവസ്ഥയിൽ ആ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് വരവേൽപ്പിച്ചേ. എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകരുതേ. ദൈവമേ, എൻ്റെ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തേ. അവനെൻ്റെ ഒരു റീഫ്രെയിമിങ് കൊടുത്തേ, ഒരു രൂപാന്തരം കൊടുത്താട്ടെ. നിന്റെ പ്രാർത്ഥനയെ ദൈവം കൈക്കൊണ്ടു. നിന്റെ കുടുംബത്തെ ദൈവം കൈക്കൊണ്ടു. നിന്റെ കുഞ്ഞുങ്ങളെ ദൈവം കൈക്കൊണ്ടു. സ്തോത്രം ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ താഴ്മയായി യാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ.